എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ FIUGP ആൻഡ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി FIUGP ആൻഡ് സപ്ലിമെൻ്ററി എക്സാംസ് എഴുതാൻ പോകുന്നവർ നിർബന്ധമായി ശ്രദ്ധിക്കുക. മെയ് മാസം 7-നാണ് നിലവിലിപ്പോൾ 2 പരീക്ഷകളും മെയ് മാസം 7-ന് തുടങ്ങുമെന്നാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, ഇപ്പോൾ FIUGP രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിൽ റെഗുലർ വിദ്യാർത്ഥികളുമുണ്ട്, സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾക്കുണ്ട്. FIUGPയുടെ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഇതേ സമയം 4th സെമ്മിൻ്റെ എക്സാമും മെയ് മാസം 5-നും തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായും പ്രവിധത്തോട് പറയുന്നത്, നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ അതുമാത്രമല്ല, അതിപ്പോൾ FIUGP രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എഴുതാൻ പോകുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 4ാം സെമസ്റ്റർ റെഗുലർ എക്സാംസും ഉണ്ട്. പിന്നെ സപ്ലിമെൻ്ററി 3 വർഷ ഡിഗ്രി പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇത് അവസാന ചാൻസാണ്. 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ലാസ്റ്റ് ചാൻസാണ്. ഇനി നിങ്ങൾക്ക് റെഗുലർ ഈ സപ്ലിമെൻ്ററി എക്സാംസ് എഴുതാൻ സാധിക്കില്ല. പിന്നീട് നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റും. പക്ഷേ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനുമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ രണ്ടാം സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ അത് ഇത്തവണ തന്നെ ക്ലിയർ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം വഴിമുട്ടിപ്പോകുന്ന ഒരു രീതിയിലേക്ക് മാറും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ FIUGP വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ രണ്ടാം സെമസ്റ്ററിൽ സപ്ലി വരാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ സപ്ലി ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഒരു സെമസ്റ്റർ സപ്ലി ഇല്ലാതെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെമസ്റ്ററിൻ്റെ കാര്യം പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടതായ ആവശ്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ സെമസ്റ്റർ കഴിഞ്ഞു പോകുമ്പോഴും അത് ക്ലിയർ ചെയ്ത് പോകുന്നതന്നെയാണ് ഏറ്റവും നല്ലത്. തീർച്ചയായും ഇത് റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പുതിയ കാണുന്നവരും എന്നെ മിസ്കൃത ഫോർ വാച്ചിങ്. ബൈ.